ഹലോ ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഈ വർഷം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിരുന്നു. പൊങ്കാലയ്ക്ക് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമ്മൾ തലേ ദിവസം രാവിലെ തന്നെ ട്രിവാൻഡ്രം എത്തിയിരുന്നു. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം ഫുള്ളി റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും പൊങ്കാലമയമാണ്. നമ്മളിത് വഴിയരികിലൊക്കെ മാസങ്ങൾക്ക് മുന്നേ തന്നെ ആളുകൾ വന്ന് സ്ഥലം പിടിച്ചതും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ കണ്ട് നേരെ പൊങ്കാലയ്ക്ക് നമ്മൾ വരുമ്പോൾ എല്ലാം ഗൗരിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നു നേരെ ഫ്രഷായി അമ്പലത്തിൽ പോയി. പക്ഷെ തൊഴാനൊന്നും നമുക്ക് കഴിഞ്ഞില്ല, അത്ര തിരക്കായിരുന്നു. തിരിച്ചു വന്നു. ഉച്ചയ്ക്ക് ശേഷം ആണ് നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി പോയത്. എല്ലാ വർഷവും ഈ ചേച്ചിയുടെ അടുക്കൽ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങാറുള്ളത്. ശേഷം വൈകുന്നേരത്തോടു കൂടി നമ്മളവിടെ നടക്കാനും ഫുഡെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു സ്ഥലത്ത് നല്ല അതിമനോഹരമായിട്ട് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ജംഗ്ഷൻ. ഭയങ്കര ഗ്രാൻഡായിട്ട് എല്ലാം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ സൈഡിൽ ഒന്നും കൂടെ പോയി. ഇവിടെ വന്ന് നമ്മൾ ആ ബജിയും കുലുക്കി സർബത്തും ഒക്കെ കുടിക്കുന്നത് എല്ലാ വർഷവും അമ്പലത്തിനടുക്കേ വരും. സോ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. റോഡുകളിലെല്ലാം, അമ്പലത്തിനോടുള്ള റോഡുകളിലെല്ലാം തിരക്കായിരുന്നു. അമ്പലത്തിനകത്തും കയറാൻ നല്ല ടഫായിരുന്നു. അമ്പലവും നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും വേറെ വേറെ തീമിൽ എല്ലാ ഡെക്കറേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇത് അമ്പലത്തിലെ ഒരു നേർച്ചയാണ്. സോ ഇത് ഓരോ ആൾക്കാർ നേർച്ച നേർന്നിട്ടാണ് ഇവിടെ വരുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ശരിക്കും ആറ്റുകാൽ അറിയപ്പെടുന്നത്. അത്രയും ആൾക്കാരാണ്, എൻ്റെ അമ്മേ, ഇഷ്ടംപോലെ ആൾക്കാരാണ്. നമ്മൾ ഇത് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ടു. പൊങ്കാല ഇനി നെക്സ്റ്റ് ഡേ ആണ്, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. സോ രാവിലെ തന്നെ ജാനകിക്കുട്ടി നല്ല സുന്ദരിയായിട്ട് റെഡിയായി വന്നു. ഓക്കേ, താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഗൗരിക്കുട്ടി. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഗൗരിയുടെ വീട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ എല്ലാ തവണയും ഇവിടെ അടുത്ത് തന്നെയാണ് പൊങ്കാല ഇടാറുള്ളത്. ഇതിൻ്റെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കൂട്ടി കലമൊക്കെ കഴുകി എല്ലാം സെറ്റായിട്ടിരുന്നു. ഇനി ജാനകി അമ്പലത്തിൽ താലപ്പൊലിയൊക്കെ എടുത്ത് പോവാണ്. നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. താലപ്പൊലി എന്ന് പറഞ്ഞാൽ ദേവിക്ക് അകമ്പടി സേവിക്കുന്നതാണ്. ഈ വർഷം പൊങ്കാലയുടെ അതേ ദിവസം തന്നെ ചന്ദ്രഗ്രഹണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ പൊങ്കാല തുടങ്ങുകയും നേദിക്കുകയും ഒക്കെ വേണം. അപ്പോൾ നമ്മളിതേ അടുപ്പൊക്കെ കൂട്ടി കലത്തിൽ വെള്ളമെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ വർഷം പായസത്തിനോടൊപ്പം തന്നെ നമ്മൾ തെരളിയപ്പവും ഉണ്ടാക്കുന്നുണ്ട്. തെരളിയപ്പവും ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ്. ഏകദേശം 9:45 കൂടി തന്നെ പണ്ടാര അടുപ്പിൽ തീ കത്തിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ഇവിടെയും കത്തിച്ചിട്ടുണ്ട്. കലവിത്താണ് നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാനും ഗൗരിയുടെ അമ്മയും അതുപോലെ തന്നെ അമ്മും, ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഇത്തവണ പൊങ്കാല ഇടുന്നത്. അപ്പം നമ്മൾ ഈ പൊങ്കാലയിൽ ശരിക്കും ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വെള്ള പൊങ്കാലയാണ്, അതായത് സ്വീറ്റ് പൊങ്കാല. അതിൽ അരി, വെള്ളം, ശർക്കര, തേങ്ങ എന്നിവ ചേർത്തിട്ടാണ് നമ്മൾ പാകം ചെയ്യാറുള്ളത്. അതിന് പുറമെ തെരളിയപ്പം, അതല്ലെങ്കിൽ മണ്ടപ്പുറ്റ്, കടലപ്പായസം, അരിപ്പായസം, അങ്ങനെ ഓരോ ഭക്തർക്കും പല നേർച്ചകളായിട്ട് അവരവർക്ക് ആഗ്രഹമുള്ളതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊങ്കാലയുടെ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യം തന്നെ വെള്ളം നന്നായി തിളച്ച് വന്ന ശേഷം നമ്മൾ അരി കഴുകിയിടും. അതിനുശേഷം തിളച്ച് തൂവണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താണോ ആഗ്രഹിച്ച് ഈ പൊങ്കാല ഇടുന്നത് അത് അടുത്തൊരു വർഷത്തിനുള്ളിൽ നടക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇത്രയും വർഷങ്ങളിൽ അതെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഈ പൊങ്കാലയുടെ ടൈമിലാവുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും വീണ്ടും പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. സോ അങ്ങനെയാണ് ഇതൊരു 4ാമത്തെ തവണ ദൈവം സഹായിച്ച് നമുക്കിവിടെ വരാൻ പറ്റിയത്. പൊങ്കാലയ്ക്കായിട്ട് സാധാരണ നമ്മളങ്ങനെ വിറകടുപ്പല്ല, അതിന് പകരം ഓലക്കാലും ചൂട്ടും കൊതുമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊങ്കാല ചെയ്യുന്നത്. അപ്പം ഇവിടെ അന്നേ ദിവസം ട്രിവാൻഡ്രത്ത് അതല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്തെല്ലാം കിട്ടുന്ന എല്ലാ വഴികളിലും പൊങ്കാലയ്ക്കായിട്ട് അടുപ്പുകൾ കൂട്ടിയിട്ട് ആളുകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളും ആയിരിക്കണം. തീ ഒന്നും പടരാതെ സൂക്ഷിക്കുന്നതും അത് നമുക്ക് വളരെയധികം ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നുണ്ടായിരിക്കും.
അപ്പം നമ്മുടെ അരിയൊക്കെ ഒന്ന് വെന്ത ശേഷം നമ്മൾ അതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ശർക്കര, അതുപോലെ തന്നെ പഴം, നെയ്യ്, ഏലക്ക, അങ്ങനെ എല്ലാം നമ്മൾ അതാത് സമയത്ത് ചേർത്ത് ഇപ്പോൾ നമ്മുടെ പൊങ്കാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പായസം സ്വീറ്റ് പൊങ്കാല പ്രിപ്പയർ ചെയ്ത ശേഷം മാറ്റി വെച്ചിട്ടാണ് പിന്നീട് പയറോ തെരളിയപ്പോ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അമ്മു ജാനിക്കുട്ടിയുടെയാണ് തെരളിയപ്പത്തിനുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തെടുക്കുവാ? അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം അവിടെ വരുന്ന ഒരു ഭക്തർക്കും ഫുഡിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. കാരണം പല സ്ഥലങ്ങളിലായിട്ട് പല സംഘടനകളും അതുപോലെ തന്നെ പല വീട്ടുകാരായിട്ടും ചെയ്തിട്ടുള്ള അന്നദാനം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളും പോയി അന്നദാനമൊക്കെ വാങ്ങി വന്നു. ഏകദേശം 2:45 കൂടിയാണ് തിരുമേനി വന്ന് ഇനി ഇത് നേദിക്കും. ദേവിക്ക് ഇത് നേദിച്ച ശേഷമാണ് നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാനോ ഒക്കെ പറ്റും. അപ്പം ഒരു 2:45 കൂടി തന്നെ തിരുമേനി വന്നു നേദിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ടേസ്റ്റൊക്കെ ചെയ്തു. ഭയങ്കര തിരക്കായിരിക്കും പിന്നെ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ വളരെ കഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ബസ്സും കിട്ടി ഭാഗ്യവശാൽ. അങ്ങനെ നമ്മൾ തിരിച്ച് പോരുവാണ്. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഗൈസ്.